Welcome to day 2 of exploring Thailand. We are at Chiang Mai. Chiang Mai എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ഓഫ് തായ്ലൻഡ് എന്നാണ് കേട്ടോ പറയണത്. അത് ഹാർട്ട് ഓഫ് തായ്ലൻഡ് എന്ന് പറയാനുള്ള റീസൺ, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് തായ്ലൻഡ് നിൽക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരാം, പട്ടായ, ബാങ്കോക്ക്, പാർട്ടി, ബ്ല ബ്ല ബ്ല. ഇതൊന്നുമല്ല. ചിയാങ് മൈ ഇസ് സച്ച് എ പീസ്ഫുൾ സ്ഥലം. പീസ്ഫുൾ സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ പീസ്ഫുള്ളാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു കൺട്രി സൈഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുന്ന ഫീലാണ് എനിക്കുള്ളത് കേട്ടോ. എക്സെപ്റ്റ് ആൾക്കാരൊക്കെ ഡിഫറെൻ്റ് ആണ്. കുറേ നല്ല നല്ല സ്പോട്ടുകളുണ്ട്. ഇപ്പം ഞാൻ ഹോസ്റ്റലിലൊക്കെ കയറി ഫ്രഷായി. എൻ്റെ കുറേ നാളത്തെ ഒരു ഡ്രീമാണ് ഈ പെങ് ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇന്നാണ് ഈ പെങ് ഫെസ്റ്റിവൽ, ബട്ട് ഇറ്റ് ഈസ് അറ്റ് നൈറ്റ്. അപ്പം അതിന് മുന്നേ ഞാൻ ചുമ്മാ നമ്മുടെ നെയ്ബർഹുഡൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പം കാണുന്നതിനൊപ്പം എനിക്ക് വിശക്കുന്നുണ്ട് ഓഫ് കോഴ്സ്. സോ ഐ ഹാവ് ടു ഗെറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാനൊരു കഫേ കണ്ടുപിടിച്ചു, ഒരു തായ് കഫേ. അവിടെ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് നമുക്ക് പരിപാടിക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ പുറകിൽ കണ്ടോ, ഒക്കെ കുഞ്ഞു കുഞ്ഞു മാർക്കറ്റ്സാണ്. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ സാധനങ്ങൾ, സോവിനിയേഴ്സ് എന്താണെന്ന് വെച്ചാൽ മേടിക്കാം. കുറച്ചൊരു അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണിത്. ഇത് മെയിൻലി ഞാനിപ്പം എടുത്തേക്കുന്നത് ചിയാങ് മൈ ഓൾഡ് ടൗണിലാണ്. ഒത്തിരി ഡെക്കറേഷൻസ് ഉണ്ട് ആസ് എ പാർട്ട് ഓഫ് ലോയ് ക്രത്തോങ് ഓർ ഈ പെങ്. സോ ഈ പെങ്ങിൻ്റെ മെയിൻ സെലിബ്രേറ്റിംഗ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എന്താ പറയുക, ഒരു ബുദ്ധിസ്റ്റ് എന്തോ ആണ് സംഭവം. മെയിൻ തിങ് ഈസ് നമ്മൾ ബാഡ് ലക്കൊക്കെ കളഞ്ഞിട്ട് പുതിയ കാര്യങ്ങൾ വെൽക്കം ചെയ്യുന്നതാണ് സിംപിളൈസ് ചെയ്യുന്നത് ആ ഒരു ഫെസ്റ്റിവൽ മെയിൻലി. സോ ഇതാണ് കേട്ടോ നമ്മൾ നടക്കുന്ന സ്ട്രീറ്റ്. ഇവിടെ നിയർ ബൈ ഒരു ടെമ്പിളൊക്കെ ഉണ്ട്. ഇപ്പം ബാങ്കോക്ക് പോലെയല്ല, ഇവിടുത്തെ ടെമ്പിൾസൊക്കെ മോസ്റ്റ്ലി ഫ്രീ എൻട്രി ആയിരിക്കും, ഇല്ലെങ്കിൽ തന്നെയും ചെറിയൊരു പൈസയൊക്കെ വരത്തുള്ളൂ. ടൂറിസ്റ്റുകൾക്കാണ് കേട്ടോ എൻട്രൻസ് ഫീ ഒക്കെ വെച്ചേക്കുന്നത്. ഇവിടുത്തെ ലോക്കൽ ആൾക്കാർക്കൊക്കെ ഇത് ഫ്രീ ആണ്. നമ്മൾ ഓർഡർ ചെയ്തത് ഖാവോസ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് കേട്ടോ. സ്പൈസി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാനതാ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ ചിയാങ് മൈ സ്പെഷ്യലാണ് ഖാവോസ എന്ന് പറഞ്ഞിട്ടൊരു ഡിഷ്. അതൊരു നൂഡിൽസ് സൂപ്പാണ് എനിക്ക് മനസ്സിലായിടത്തോളം. പക്ഷേ എനിക്കറിയായിരുന്നു ഇത് ഇവിടെ സ്പൈസി ആയിട്ടാണ് സംഭവം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു, കാരണം ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുക ലെസ് സ്പൈസി അവരുടെ അടുത്ത് പ്രത്യേകം പറയണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് അത്ര ലെസ് സ്പൈസി ആയിട്ട് എനിക്ക് തോന്നിയില്ല. നല്ല എരിവുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെ കഴിച്ചു, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് ആക്ച്വലി കോക്കനട്ട് മിൽക്കിനകത്ത് കോക്കനട്ട് മിൽക്ക് ഇവരുടെ എന്തൊരു കറി, തായ് കറി സ്പെഷ്യൽ ഒരു സംഭവം, അതിനകത്ത് നൂഡിൽസൊക്കെ ആയിട്ട് വരുന്നതാണ്. പക്ഷേ മസ്റ്റ് ട്രൈ ആട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ട ടെമ്പിളാട്ടോ. ഇവിടെ ഓപ്പോസിറ്റ് ഞാൻ നേരത്തെ പോയപ്പോൾ കാണിച്ചൊരു കുഞ്ഞ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അവിടെ എന്തൊക്കെയുള്ളത് നോക്കിയിട്ട് വരാം. വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പം അത്രയേ ഉള്ളൂ ആ ഒരു മാർക്കറ്റ്. പക്ഷെ നല്ല സാധനങ്ങളാണ് കേട്ടോ. ഐ ഡിഡ് എ ബിഗ് മിസ്റ്റേക്ക് ഗൈസ്. ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തുണിയൊന്നും മേടിച്ചിട്ട് വരണ്ടായിരുന്നല്ലോ, ഇവിടെ വന്നിട്ട് മേടിച്ചാൽ മതിയായിരുന്നു. ഭയങ്കര ചീപ്പാണ്. ചീപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാധനങ്ങൾ നമുക്ക് അഫോർഡബിളായിട്ട് തോന്നുന്നൊരു പ്രൈസിനൊക്കെ സാധനങ്ങളുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, പോകുമ്പോൾ മേടിക്കണം. സോ ഇതാണ് ആ ഗേറ്റ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാട്ടോ. നല്ല രസമുണ്ട് ഇവിടെ. എൻ്റെ പുറകിൽ കാണുന്നതാണ് വാട്ട് ഫ ഗേറ്റ്. ഡെക്കറേഷൻസ് ഉണ്ട് കണ്ടോ.
അയ്യോ ബിസിനസ്സാക്കിയ കുറേ ആൾക്കാർ, അതായത് ഇവർ ഫുഡ് എന്താ പറയുക, പ്രാവിനുള്ള ഫുഡ് കൊടുക്കും, അവർ തന്നെ ഫോട്ടോ ഒക്കെ എടുത്തു തരും, അവർ തന്നെ പ്രാവിനെ പറപ്പിക്കും. ഇതാണ് ഇപ്പോഴത്തെ പുതിയൊരു ബിസിനസ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. എല്ലാവരും ഒത്തിരി ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം എന്തായാലും പൈസ കൊടുത്തിട്ട് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഒത്തിരി ആൾക്കാർ ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് പൈസ കൊടുത്ത് ഇവിടുത്തെ ട്രഡീഷണൽ വെയറൊക്കെ ഇട്ടിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്, പക്ഷെ വേണ്ട, എന്തോ ഒരു മടി കേട്ടോ. ഇതുപോലെ ആൾക്കാരെല്ലാവരും ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഫുള്ള് അവർ ഹെയറും മേക്കപ്പും ഡ്രസ്സൊക്കെ അവർ തന്നെ ചെയ്തു തരും. പക്ഷെ നല്ല രസമാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. എല്ലാ ഇപ്പോൾ ഇവരുടെ ആൾക്കാർ മാത്രമല്ല, എല്ലാ കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരും അത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് വാട്ട്ഫോർ ഗേറ്റ്. ഇതിവിടെ അടുത്തുള്ള ഒരു റിവറാണോ എന്ന് എനിക്കറിയത്തില്ല. റിവറാണോ, റിവർ പോലെ ഉണ്ട്. ഇത് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പോയ വാള്, ആ ഒരു ഇതുണ്ടല്ലോ, മതിലുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് ഇപ്പുറത്തേക്ക് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ടാണ് ഈ ഒരു പ്ലേസ്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല മോർണിംഗ് വാക്കിനൊക്കെ വരാൻ പറ്റിയതാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇതാണ് ശരിക്കും എന്താ പറയുക, അതർ സൈഡ് ഓഫ് തായ്ലൻഡ് എന്ന് നമ്മൾ പറയത്തില്ല. നമ്മളധികം ആരും വരാത്ത, ഞാൻ പറഞ്ഞില്ല, നമ്മളെല്ലാവരും വരുമ്പോഴും ഫസ്റ്റ് എന്താ ബാങ്കോക്ക്, പട്ടായ എന്നൊക്കെ എല്ലാവരും വിചാരിക്കുമ്പം ചിയാങ് മായ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. ചിയാങ് മായ് ഇസ് എ ഡിഫറെൻറ്റ് വൈബ്. ഒത്തിരി നല്ല സ്ഥലങ്ങളും നല്ല ആൾക്കാരും നല്ല ഫുഡും ഉള്ള ഭയങ്കര കൾച്ചറലായിട്ടുള്ളൊരു സ്പോട്ടും കൂടെ ആണ് ചിയാങ് മായ്. നമ്മളിപ്പോൾ തായ്ലൻഡ് വരാൻ നിൽക്കുകയാണെങ്കിൽ തന്നെ ഡു നോട്ട് മിസ് ഇറ്റ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഡോണ്ട് മിസ് ചിയാങ് മായ്. എന്താ ചുമ്മാ നടക്കുമ്പോഴത്തേനൊക്കെ ഉണ്ടല്ലോ, എന്ത് ഭംഗിയുള്ള ടെമ്പിൾസാണ്. ഇവർ കാഷ്വലി ഒരു ടെമ്പിൾ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാ ടെമ്പിൾസും എക്സ്ട്രാ ഓർഡിനറി ആണ്. ഒരെണ്ണത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മളൊരു വാവ്, അടുത്തെണ്ണത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പറയും വാവ്. അതങ്ങനെയാണ്. രസമാണ് എൻ്റെ ലൈഫ്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ പണിക്കൊന്നും പോകാണ്ട് ഇങ്ങനെ കറങ്ങി നടക്കാൻ എന്ത് രസമാണ്. അപ്പം ഞാനിങ്ങനെ ചുറ്റും നോക്കുമായിരുന്നു. ഓരോ സ്ഥലത്തും ഓരോരുത്തർ ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൈഡിൽ കുക്കിംഗ് ക്ലാസ്, കുറച്ചാളൊരു കഫേയിൽ നിന്ന് സമാധാനമായിട്ട് ഫുഡ് കഴിക്കുന്നത് അല്ലേ. മാംഗോ സ്മൂത്തി കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ 7-Eleven നമ്മൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന ഡ്രിങ്ക് മേടിച്ച് പോകേണ്ട അവസ്ഥയായി. ഇപ്പം ഞാൻ വന്ന സമയത്ത് കണ്ട വലിയൊരു ചെറിയ ടെമ്പിളാണ്. Wat Shedi Luang Chiang Mai യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് കേട്ടോ. ഇവിടെ ഒരു എൻട്രൻസ് ഫീ ഉണ്ട്, 50 ബാറ്റാണ് വരുന്നത്. ചില സ്ഥലങ്ങളിൽ ഓൺലി മെന്നാണ് അലൗഡ് ഉള്ളൂ കേട്ടോ. ടെമ്പിളിനകത്തൊക്കെ ഇതിൻ്റെ റീസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തുള്ള റീസൺ തന്നെ, വുമൻ ആർ നോട്ട് അലൗഡ് ബിക്കോസ് ദേ മെൻസ്ട്രേറ്റ്. ഓക്കെ, ഇൻസൈഡ് ചെറിയ ടെമ്പിളല്ല, നല്ല വലിയ ടെമ്പിളാണിത്. അതുപോലെ റഷും ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് എല്ലായിടത്തൊക്കെ കയറുന്ന പോലെ ഷൂ റിമൂവ് ആക്കാനുണ്ട്. പിന്നെ ഇവർ നമ്മുടെ മലയാളമായിട്ട് കുറേ സിമിലർ ഉണ്ട് കേട്ടോ. ഇവരുടെ ലാംഗ്വേജ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡു നോട്ട് ടച്ച് നാഗ. നാഗ മീൻസ് നാഗ. നമ്മുടെ മലയാളത്തിൽ അങ്ങനെ തന്നെ നമ്മൾ പറയാം.
ഇതാണ് ഇവിടുത്തെ ഒത്തിരി പഴക്കം ചെന്ന കുറേ ഹിസ്റ്ററി ഒക്കെ ഉള്ളൊരു പ്ലേസാണ്. ഈ സംഭവങ്ങളുടെയൊക്കെ പുറകിലുള്ള കഥ വായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടില്ല കേട്ടോ. അതാണ് മെയിൻ സംഭവം. അപ്പം എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കറിയത്തില്ല. ഗൂഗിളൊക്കെ എടുത്ത് നോക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പം ഒന്നില്ലെങ്കിൽ ഇവരോട് എഴുതി വെക്കണം. പക്ഷെ ഇത് ഇംഗ്ലീഷിൽ എഴുതി വെച്ചൂടെ? ഇതെല്ലാം തായ് ഭാഷയിലാണ് എഴുതി വെച്ചേക്കണം. അതാണ് വെച്ചാൽ എനിക്ക് വായിക്കാനും അറിയത്തില്ല. മോങ്ക് ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അതായത് ഇവിടുത്തെ സന്യാസിമാരുണ്ടല്ലോ, മോങ്സ്, അവരുടെ അടുത്ത് നമുക്ക് ലൈവായിട്ട് സംസാരിക്കാം. ലൈഫിനെ പറ്റിയോ എന്തെങ്കിലും എന്താ കോണ്ടെക്സ്റ്റ് എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൊണേഷൻ കൊടുത്താൽ മതി. ഇറ്റ്സ് ഓപ്ഷണൽ. പക്ഷേ ഇവിടെ ഒരു ലൈൻ ബുദ്ധ സ്റ്റാച്ചു ഉണ്ട്. റെസ്റ്റിംഗ് ബുദ്ധ കേട്ടോ. ഇവിടുത്തെ വേറൊരു പരിപാടിനെ അതിശയിപ്പിച്ചതാണ് കേട്ടോ. അത് ടോയ്ലറ്റാണ്. ഇപ്പോൾ ടോയ്ലറ്റ് കയറുമ്പോൾ നമ്മുടെ ചെരുപ്പ് യൂസ് ചെയ്യാൻ പാടില്ല, പകരം ഇത് വേണം ഇടാനായിട്ട്. നമ്മുടെ അപ്പോൾ ലാൻഡൻ ഫെസ്റ്റിവലിൻ്റെ നമ്മുടെ സംഭവമൊക്കെ കിട്ടി. ഇനി നമുക്ക് പോയാൽ മതി. നല്ല തിരക്കിട്ട് നല്ല ക്യൂ ഉണ്ട്. Okay, 1 cup for 10%. 5 and 5.